നമസ്കാരം, ഞാൻ ശ്രുതി. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റേഷനരി കൊണ്ടുള്ള എഗ് ബിരിയാണിയും പിന്നെ കൂൾട്ടിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാനൊരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല തേങ്ങയൊക്കെ അരച്ച് വെക്കണ ഒരു നാടൻ മീൻകറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻകറിയാണ്. പക്ഷെ ഇതിൽ മീനില്ലാന്ന് മാത്രം. മീനില്ലാത്തൊരു മീൻകറിയാണ് ഞാനിന്ന് വെക്കാൻ പോകുന്നത്. മീൻ ഇഷ്ടപ്പെടാത്തവർക്കും വെജിറ്റേറിയൻസിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ മീൻകറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചില നാട്ടിൽ ഇനി ചെമ്മീൻ പുളി എന്നായിരിക്കും പറയുക. അപ്പോൾ അത് ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. ഈ കറി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇരുമ്പൻപുളി എടുക്കുമ്പോൾ ചള്ള ഇരുമ്പൻപുളി എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് കുഞ്ഞ ഇരുമ്പൻപുളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് വലിപ്പം വന്ന് മൂക്കാറായ ഇരുമ്പൻപുളി ആണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ഇരുമ്പൻപുളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ ഇരുമ്പൻപുളി നന്നായി കഴുകിയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ നടുക്കി കൂടി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് 5 ചെറുള്ളി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചെറുള്ളി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സവാള ഒരു പകുതിയോളം അരിഞ്ഞ് ചേർത്താലും മതി. പക്ഷെ ഒരിക്കലും ചെറുള്ളിയുടെ ടേസ്റ്റ് സവാളയ്ക്ക് കിട്ടില്ല. അപ്പോൾ മാക്സിമം ചെറുള്ളി തന്നെ എടുക്കാൻ നോക്കുക. അതിനുശേഷം ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ച് ചേർക്കാണ്. ഇനി ഞാൻ ഇതിലോട്ട് 2 പച്ചമുളകും കൂടി ചതച്ചത് ചേർക്കാണ്. ഇനി കുറച്ച് വേപ്പിലയും കൂടി ചേർക്കാം. ഇപ്പം ഞാൻ ഈ കറിക്ക് എല്ലാം ചതച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചതച്ച് ചേർക്കണതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും അരിഞ്ഞ് ചേർക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ചതച്ച് ചേർക്കാൻ തന്നെ നോക്കുക. ഇനി ഞാനിവിടെ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. ആ നാളികേരം അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 3/4 ഗ്ലാസ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. 3/4 ഗ്ലാസ് നാളികേരത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണിനേക്കാളും കുറവ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ച് വെച്ചിട്ടുള്ള ഒരു നാളികേരമാണിത്. നന്നായി ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അരച്ച ഈ കൂട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് കണ്ടറിയാൻ പറ്റും, നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മീൻ കൂട്ടാൻ്റെ ഒരു പരിവാവാനായിട്ട് ഇത് കുറച്ചൊന്ന് ലൂസാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നേരത്തെ നാളികേരം അരയ്ക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിരുന്നു. ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഞാനിവിടെ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വയ്ക്കാം. മീനൊക്കെ നിർബന്ധമുള്ള ആൾക്കാർക്ക് മീൻകറി കഴിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അല്ലാത്തവർക്ക് അല്ലെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇപ്പം ഇതിൽ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നാളികേരം അരച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നല്ലൊരു മീൻ കറിയുടെ മണമാണ് വരുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നോമ്പുകാലത്തൊക്കെ ആണെങ്കിൽ മീൻ കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ മീനിൻ്റെ അതേ ടേസ്റ്റിൽ മീൻ കറിയുടെ അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. ഇപ്പം ഈ കറി തിളച്ച് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഈ കറി ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇനി ഇത് മാറ്റിയതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി വെക്കാം. ഇനി ചീനച്ചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ച 5 ചെറുള്ളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചെറുള്ളി മൂപ്പിച്ചിട്ട് ഇതിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാൽ മാത്രമേ ഈ കറി മുഴുവനാവുള്ളൂ. കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി ചെറുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വഴറ്റാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം.
ഇനി റെഡിയാക്കി വെച്ച ഈ കറിയിലോട്ട് നമുക്ക് മൂപ്പിച്ച് വെച്ച ഈ ഉള്ളിയും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ശ്രുതീസ് കുക്കറി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോട് തൊട്ട് കാണുന്ന ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. വീണ്ടും നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.